ഹലോ, നല്ല കിഡിലിന് രുചിയിലുള്ള ഒരു കുരുമുളക് ഇട്ട് പൊരിച്ചെടുത്തിട്ടുള്ള മുട്ടയുടെ റെസിപ്പി കണ്ടു നോക്കാം. വെളിച്ചെണ്ണയിലേക്ക് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയ തീയിലിട്ട് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. പുഴുങ്ങിയ മുട്ട ഇതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. രണ്ട് വശവും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് 2 പ്രാവശ്യം നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സവോളയും കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചോറിലേക്കും അപ്പത്തിലേക്കും എല്ലാം ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഉള്ളിയും തക്കാളിയും പുഴുങ്ങാത്ത പച്ചമുട്ടയും കുക്കറിൽ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസിയാണ് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ. കുക്കറിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് സവോളയും ഉപ്പും ചേർത്തൊന്ന് ഇളക്കി കൊടുത്ത് ഒരു തക്കാളി ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ട് എത്ര മുട്ടയാണോ പുഴുങ്ങേണ്ടത് അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കേകി എടുത്തിട്ടുള്ള മുട്ടയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ മുത്തശ്ശിമാരും മുതുമുത്തശ്ശിമാരൊക്കെ ചോറിലൊക്കെ മുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊരു മോശമായിട്ട് കാണണ്ട. എന്നിട്ട് 3 വിസിൽ അടുപ്പിച്ചെടുത്ത ശേഷം ഈ ഒരു സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. മുട്ട അതിൽ നിന്ന് എടുത്ത് മാറ്റിയ ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുത്ത ശേഷം ഇതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ടയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അടിപൊളിയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡിയായി. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. മുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി കണ്ടു നോക്കാം. ഇതിനു വേണ്ടി സവോളയിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ. ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, വെള്ളം കൂടിപ്പോവും. ഇതുപോലെ ഈ ഒരു പരുവത്തിലുള്ള മാവ് തയ്യാറാക്കിയെടുക്കുക. ഇനി 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ 6 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഓരോ മുട്ടയിലും ഇതുപോലെ മാവ് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് 2 വശം നന്നായിട്ട് മൊരിയിച്ച് വേവിച്ചെടുക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള വെറൈറ്റി ഒരു മുട്ടക്കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. പുഴുങ്ങി വെച്ച മുട്ടയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 1/2 കപ്പ് തൈരിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തൈര് പുളി കുറവുള്ള തൈര് വേണ്ടിട്ട് എടുക്കാൻ. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് തൈരും കുറച്ച് വെള്ളം എടുത്താൽ മതി. പുളി കൂടിപ്പോയാൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. തൈരിൻ്റെ ചെറിയൊരു പുളിയും ആ ഒരു ടേസ്റ്റുമാണ് ഈ ഒരു കറിയുടെ വെറൈറ്റി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഈ ഒരു മസാല നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മുട്ടയും മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വാങ്ങാം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നോക്കാം. ഓയിലിലേക്ക് ഇഞ്ചി, പച്ചമുളക്, സവോള, ഉപ്പ്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഒരു തക്കാളി ചേർത്തിട്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വറ്റിച്ചിട്ട് ഈ ഒരു ഫില്ലിംഗ് അവിടെ റെഡിയാക്കി മാറ്റി വെക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും നന്നായിട്ട് തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നെയ്യിലാണ് ഇവിടെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കേട്ടോ. ഇതിലേക്ക് ഫില്ലിങ്ങും ഒരു പീസ് മുട്ടയും വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഗ്ലാസ് കൊണ്ടോ ബോൾ കൊണ്ടോ കട്ട് ചെയ്തെടുക്കുക. നല്ല ഈസിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സൈഡ് ഡിഷ് ആയിട്ടും സെർവ് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഓയിലിൽ സവോള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തിരുന്നു. തക്കാളി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 3 മുട്ട ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് മല്ലിയിലയും കുറച്ച് മൊസറല്ല ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചീസ് ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. മുട്ടയൊക്കെ വെന്ത് ചീസൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പുഴുങ്ങിയ മുട്ട കൊണ്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാനിവിടെ 3 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മഞ്ഞക്കരു മാറ്റി വെച്ചിട്ട് വെള്ളം മാത്രം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും 3 വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ കുറച്ച് ഓയിലും മതി. പച്ചമുട്ടയും ചേർത്ത് കൊടുക്കേണ്ട. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. പുഴുങ്ങിയ 2 മുട്ട ഉണ്ടെങ്കിൽ വൈകുന്നേരത്തെ ചായയുടെ കൂടെ നല്ല അടിപൊളി ഒരു സ്നാക്ക് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. 2 മുട്ട ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അതിലേക്കൊരു സവോള, പച്ചമുളക്, അരക്കപ്പ് കടലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കൂടി പോയാൽ ശ്രദ്ധിക്കണം. ഇനി ഇത് ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ ചെറിയ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യണേ. നമ്മൾ മാവൊന്നും കുഴച്ച് ബുദ്ധിമുട്ടാതെ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മിക്സിയുടെ ജാറിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു സ്പൂണോ ഫോർക്കൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പാലൊക്കെ ഒന്ന് നന്നായിട്ട് അടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പാല് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം വെള്ളം ഉപയോഗിച്ചിട്ടും ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക. പാല് ചേർക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ആ മിക്സിയുടെ ജാറിലേക്കും കൂടെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നല്ല തിക്കായിട്ടാണ് ഉള്ളത്. കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവാണ് വേണ്ടത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ലൂസാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു ലൂസിലാക്കി എടുക്കുക. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഈ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 4 സവോള ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് സ്നാക്സ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഫില്ലിങ്സിലും മാവിലൊക്കെ അളവ് കുറച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കുറച്ച് സമയം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഈ സവോളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു പൊടികളുടെ പച്ചമണക്കൊന്ന് മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങി മാറ്റി വെക്കാം. അതിനുശേഷം ഈ ചട്ടിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുഴുങ്ങിയ മുട്ട ഇതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും ആ ഒരു മുട്ട കഴിക്കാനായിട്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദമാവ് ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള അപ്പങ്ങൾ ചുട്ടെടുക്കണം. അപ്പോൾ ഒരു ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് മുഴുവൻ അപ്പങ്ങളും ഇവിടെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഓരോ അപ്പങ്ങളായിട്ട് എടുത്തിട്ട് ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അത്യാവശ്യം ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് മുട്ടയുടെ ഒരു പകുതിയും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ മൈദപ്പശ ഉപയോഗിച്ചിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ആക്കി കൊടുത്തിട്ട് 4 ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്.
മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ ഒന്നുമില്ലാത്ത സമയത്ത് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്കൊരു 5-6 ചെറിയ ഉള്ളി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് അതും കൂടെ മൂപ്പിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. 1 ടീസ്പൂൺ വിനാഗിരിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. മുഴുവനായിട്ട് കട്ട് ചെയ്യരുത്, പകുതി വരെ കട്ട് ചെയ്തിട്ട് ഫില്ലിങ് നിറച്ചെടുക്കുക. അടിപൊളിയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.